ഹലോ നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നിച്ചുവിന് ക്ലാസ് ഉള്ള ദിവസമാണ്. ഇപ്പോൾ അവൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് ഒരു 1-1.5-2 ആവാറായി. ഇപ്പോഴേക്കും ഞാനിപ്പോൾ ഒരു റുട്ടീനിലേക്കൊക്കെ വന്നു. ആദ്യം കുറച്ച് ആയി വരാനൊരു ടൈം എടുക്കുമല്ലോ. അവൾ അംഗൻവാടി പോയിക്കൊണ്ടിരുന്നായിരുന്നു ഇതിന് മുൻപ്. പക്ഷേ അന്ന് ഒരു 10 മണിയൊക്കെ ആയിട്ട് പോയാൽ മതിയല്ലോ. പതുക്കെയൊക്കെ എഴുന്നേറ്റ് അങ്ങനെയൊക്കെ ചെയ്യാറ്. ഇപ്പോൾ 8:45 വണ്ടി വരും. അപ്പോൾ അതിനു മുമ്പ് റെഡി ആവണമല്ലോ എല്ലാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രാവിലത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ദോശയും സാമ്പാർ തലേ ദിവസത്തെ ഉണ്ടായിരുന്നു. പിന്നെ ചട്നിയാണ് ഉണ്ടാക്കി. അപ്പോൾ അവൾക്ക് ചുട്ടും വെച്ച് അവൾക്ക് സ്നാക്കായിട്ടും അത് തന്നെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അങ്ങനെ അതുമൊക്കെ റെഡിയാക്കി ഞാനൊരു ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നിച്ചുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പോകണ്ടേ? പല്ലേക്കാം എന്തുവാടാ അവിടെയാ? പിന്നെ അവളെ പല്ല് തേപ്പിക്കല അതൊരു ചടങ്ങാണ്. ചടങ്ങെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ച് രാവിലെ എഴുന്നേറ്റതിൻ്റെ ഒരു ചടപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവളുടെ ബ്രഷിലാണെങ്കിൽ ഒരു പാണ്ടയുണ്ട്, പാണ്ട ബ്രഷ് എന്നാണ് പറയുന്നത്. ആ പാണ്ടയെ പോലെ ഞാൻ വർത്താനമൊക്കെ പറഞ്ഞ് പാണ്ട നിച്ചുവിനോട് സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് പല്ല് തേപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവൾ നല്ല മിടുക്കിയായിട്ട് അതങ്ങനെ കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ട് നന്നായിട്ട് പല്ലൊക്കെ തേച്ചോളും മടിയില്ലാണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും അതാണ് പരിപാടി. പാണ്ടയെ പോലെ വർത്താനം പറഞ്ഞ് പല്ല് തേപ്പിക്കലാണ് എൻ്റെ പരിപാടി. അത് കഴിഞ്ഞ് പല്ല് തേച്ച് ഉടനെ കുളിപ്പിക്കും. കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കണമല്ലോ. എല്ലാം അവളെ എഴുന്നേൽപ്പിക്കുന്നത് ഒരു 7:30 സമയമൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് 7:30 എന്ന് പറഞ്ഞാലും 7:45 ആൾ എണീറ്റ് വരുമ്പോൾ 7:45 7:50 ആവും. അപ്പോൾ പിന്നെ 8:45 ആകുമ്പോഴേക്കും റെഡി ആവണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഇതിൽ വേഗം ചെറിയ ചൂടുവെള്ളം, ഇപ്പം തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ പല്ല് തേച്ച് ഉടനെ കുളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഫുഡ് കഴിക്കലും റെഡി ആവലും ഒക്കെ. നിച്ചുവിൻ്റെ കുളി കഴിഞ്ഞ് അവൾക്ക് ഫുഡ് കഴിക്കാൻ കൊടുത്ത ആ ഗ്യാപ്പിൽ ഞാൻ ടിഫിനൊക്കെ പാക്ക് ചെയ്യും. ടിഫിനും വെള്ളം ചിലപ്പോൾ അതിന് മുമ്പ് ആക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ പിന്നെ ആ ഒരു ടൈമിൽ അത് നടന്നോളുമല്ലോ. ഇന്നിപ്പോൾ ദോശയും ചട്നിയായിരുന്നു. അത് എന്താണ് വീട്ടിലുണ്ടാക്കണത് അത്, അല്ലെങ്കിൽ ചിലപ്പോൾ ബിസ്ക്കറ്റൊക്കെ കൊടുത്തുവിടും. പുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റൊക്കെ ആയിരിക്കും കൊടുത്തുവിടുക. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അവൾ കഴിച്ചോളും, ഇഡലി ദോശയൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കൊടുത്തുവിടും. അങ്ങനെ ടിഫിനൊക്കെ ആക്കി ബുക്സും ഒക്കെ ബാഗിലാക്കി റെഡിയാക്കി എടുത്ത് വയ്ക്കും. നിച്ചു റെഡിയായി സ്കൂളിൽ പോകാനായിട്ട് അല്ലേ? മിടുക്കിയായിട്ട് നിൽക്കുക. ബസ് വരാനിനി ഒരു 5-10 മിനിറ്റ് കൂടി ഉണ്ട്. എന്തേലും പറയാനില്ല? എന്തൊക്കെ പഠിച്ചെന്ന് പറയോ? ബാഗ് പിന്നെ ബൾബ്, ബൾബ്, എബിൻ ഒക്കെ പഠിച്ചല്ലേ? ആപ്പിളൊക്കെ പഠിച്ചില്ലേ? ഉറുമ്പ്. അപ്പനിച്ചു റെഡിയായി. അത് കഴിഞ്ഞതാ ബസ് കയറാൻ പോവുകയാണ്. അവിടെ നിന്ന് ബസ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ വേറെ കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ കയറി പോകുന്നൊന്നും എടുത്തില്ല. കുടയും പിന്നെ ഇവളെയൊക്കെ ആക്കണ്ടേ, അതുകൊണ്ട്. നിച്ചുവിനെ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി റിലാക്സ് ചെയ്തിരിക്കും. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അടുക്കളയിലത്തെ ബാക്കി പണികൾ, ക്ലീനിങ്ങും കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്തു. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു, ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞു, കുളിയും കഴിഞ്ഞു. ഇപ്പോൾ 12:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ 1:15 ആകുമ്പോഴേക്കും നിച്ചു വരും. അവർക്ക് ഉച്ച വരെയുള്ളൂ ക്ലാസ്. അവിടെ LKG UKG പ്ലേ സ്കൂള് ഡേ കെയർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് 1 മണി വരെ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. 1:15 ആകുമ്പോഴേക്കും വണ്ടി ഇവിടെ വരും. ഇനിയിപ്പോൾ നിച്ചു വരണവരെ
വേറെ പണിയൊന്നുമില്ല, വേറെ കുറച്ച് പണിയുണ്ട്. അപ്പം അത് ചെയ്യാമെന്ന് വെച്ചു. ബാക്കിയല്ല വീടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ വേറെ കുറച്ച് പണികളുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. ഇനിയിപ്പോൾ നിച്ചു വരുമ്പോഴാണല്ലോ ബാക്കി എൻഗേജ്ഡ് ആവുള്ളൂ. പിന്നെ നിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി. നിച്ചു എവിടെ പോണേ? സ്റ്റുഡിയോയിലാണോ പോണേ? അത് പാർക്കിലോ? അങ്ങനെ അവൾ പറഞ്ഞ പോലെ സ്റ്റുഡിയോയിലല്ല, സ്റ്റുഡിയോയുടെ മുകളിലൊരു പാർക്കുണ്ട്, കിഡ്സ് ക്യാപിറ്റോൾ എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ടാണ് പോകുന്നത്. പോയ വഴിക്ക് അവളുടെ അച്ഛനെന്തോ ചെരുപ്പൊക്കെ നോക്കണം എന്ന് വിചാരിച്ചു. എന്തായാലും അവിടം വരെ പോയതല്ലേ, ചെരുപ്പൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോയിലും കയറി ചെരുപ്പ് കൊടുത്തു. അപ്പം നിച്ചുവിനൊരു ഡ്രസ്സ് കൊടുത്തു. അങ്ങനെ അവിടെ സ്റ്റുഡിയോയിൽ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കിഡ്സ് ക്യാപിറ്റോളിലേക്ക് പോയി. സ്റ്റുഡിയോയുടെ മുകളിലാണത്. അപ്പോൾ ഇടയ്ക്ക് അവിടെ വരാറുണ്ട്. പിന്നെ ഇൻഡോർ ആയിട്ടുള്ള പാർക്കാണ്. അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്ക് കളിക്കാനായിട്ട് കുറച്ച് രസമാണ്, പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അവൾക്ക് ഇവിടെ വരാൻ ഇഷ്ടമാണ്. ആദ്യത്തെ ഒരു തവണ അവൾ അത്ര കളിക്കാറായിണ്ടായില്ല മുമ്പ് വന്നപ്പോൾ. അപ്പോൾ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അവൾ ഭയങ്കര കളിച്ചൊക്കെ തുടങ്ങി. എന്തായപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, സ്റ്റുഡിയോയിൽ പോവാം എന്നാണ് അവൾ ചോദിക്കുന്നത്. സ്റ്റുഡിയോയുടെ മുകളിലായതുകൊണ്ട് സ്റ്റുഡിയോയിൽ പോവാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് ഭയങ്കര കളിയും ഇതൊക്കെ ആയിരുന്നു. തിങ്കളും ബുധനും അവിടെ 1 മണിക്കൂറിൻ്റെ കാശ് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ കളിക്കും. അപ്പോൾ ഞങ്ങൾ പോയത് ബുധനാഴ്ച. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ക്യാഷിൽ 2 മണിക്കൂർ കളിക്കാം. അപ്പോൾ 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുമെങ്കിലും ഇവൾക്ക് അത് കഴിഞ്ഞിട്ട് അവൾ പോരുന്നുണ്ടായിരുന്നില്ല. അവിടെ മടി പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാത്തിലും കയറി ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. ഈ സംഭവം നല്ല രസമാണ്, ഇങ്ങനെ ബിൽഡിങ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അവിടെ കുറേ കട്ട പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ സ്പേസിലൊക്കെ ഫില്ല് ചെയ്യാം. അതിന് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് അവിടെ 2 സ്ഥലത്ത്. ഒരു സ്ഥലത്ത് അവളും അവളുടെ അച്ഛനും കൂടി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അതിങ്ങനെ ഇൻട്രസ്റ്റിങ്. നമുക്ക് അവിടെ പല ഇതും നമുക്കും ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാറായപ്പോഴേക്കും ആ കിഡ്സ് ക്യാപിറ്റോളിൻ്റെ തന്നെ പുറത്ത് ചെറിയൊരു ഹാളുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതുപോലെ ഫങ്ഷൻസൊക്കെ അറേഞ്ച് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു പാർട്ടി ഇങ്ങനെ വന്നിട്ട് അവിടെ ആ കുട്ടിയുടെ ബർത്ത്ഡേൻ്റെ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ഞങ്ങൾ ആ ഇറങ്ങുന്ന ടൈമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചു, ഞങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ ജോയിൻ ചെയ്യാമോ, കുഞ്ഞിനെയും കൂടി നിർത്താമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞിട്ട് അവളെയും കൊണ്ട് നിർത്തിയിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങൾക്ക് കേക്കിൻ്റെ പീസൊക്കെ തന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടിയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൂടി കേക്കൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. ഹലോ, അപ്പോൾ ഞങ്ങൾ പാർക്കിലൊക്കെ പോയി തിരിച്ചു വന്നതാ. ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് പുറത്തുനിന്നും മേടിച്ചു. ബ്രോസ്റ്റഡ് മേടിച്ചത് കഴിക്കും. നിച്ചു പിന്നെ അതൊന്നും അധികം കഴിക്കില്ല, കുറച്ച് കൊടുത്തിട്ടുണ്ട്. ചോറും പയറും ചിക്കനും കൂടി കഴിച്ചുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. തലവേദന എടുത്തിട്ട് കുറച്ച് നേരം കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞതിപ്പോൾ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചു. ഇനി നിച്ചുവിന് ഹോംവർക്ക് ചെയ്യണം. ഇന്ന് ഹോംവർക്ക് ചെയ്തിട്ടില്ല. ചെയ്യണ്ടേ ഹോംവർക്ക് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ഹോംവർക്ക് ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങൾ പഠിത്തമൊക്കെ കഴിഞ്ഞു, ഹോംവർക്കൊക്കെ ചെയ്തു. A4 ആപ്പിൾ പഠിച്ചതല്ലേ? പഠിക്കണം. പഠിച്ചതാ. ഇനി B4 എന്താ? ബോൾ. ബോയ് എന്നാണ് ടീച്ചർ എഴുതി തന്നേക്കണേ. അപ്പം ബോൾ എന്ന് പറഞ്ഞാലും ശരിയാ, ബോയ് എന്ന് പറഞ്ഞാലും ശരിയാ.
അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പഠിത്തം ഹോംവർക്ക് ചെയ്യൽ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോവാം. നാളെ വീണ്ടും ക്ലാസ് ഉണ്ടല്ലോ, നേരത്തെ എണീക്കണം. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലല്ല, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ എഴുതുക. അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.